ഹലോ, എല്ലാവർക്കും 444 റിവ്യൂസിലേക്ക് സ്വാഗതം. കുറേ സിനിമകളിലും സീരീസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ഇന്ത്യൻ ആയിക്കോട്ടെ, ഫോറിൻ ആയിക്കോട്ടെ, ഒരു സ്പൈ ഉണ്ടാവും. ആ സ്പൈ ഏജൻറ്റ് ഒന്നെങ്കിൽ പുള്ളിക്കാരനെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ തന്നെ എതിരെ പോകുന്നത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വേറെ രാജ്യത്തിൽ ഈ പുള്ളിയുടെ രാജ്യത്തിൻ്റെ എനിമിയായിട്ടുള്ള രാജ്യത്തിനെ പോയിട്ട് അവിടെ പോയി സ്പൈ ആയിട്ട് വർക്ക് ചെയ്യുന്നതും പുള്ളിക്കാരൻ അവിടുത്തെ ആൾക്കാരെയൊക്കെ അടിച്ചിടുന്നതൊക്കെ ആയിട്ടുള്ള കുറേ സിനിമകളും സീരീസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, റിയൽ ലൈഫിൽ അത് ശരിക്കും വലിയ പോസിബിൾ ഒന്നുമല്ല. അതായത് സ്വന്തം ഏജൻസിക്കെതിരെയൊക്കെ ഒരാൾ ഒറ്റയടിക്ക് പോവുകയാണ്. ഇപ്പോൾ ഈതൻ ഹണ്ട് മറ്റേ മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂസ് പോവുകയാണ്, അല്ലെങ്കിൽ ജെയ്സൺ ബോൺ പോവുകയാണ്. ഇതൊക്കെ നമുക്കൊരു ഫിക്ഷണൽ വേൾഡിൽ നടക്കുന്ന കഥ പോലെയാണ് തോന്നാറ്. കാരണം അവർ ഭയങ്കര ഓവർ പവർഡ് ആയിരിക്കും. എന്നാൽ ഈ സീരീസിൽ ഇതിലെ നായിക ഒരു മൊസാദ് ഏജൻറ്റാണ്, ഹാക്കർ ഏജൻറ്റാണ്. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഏജൻറ്റാണ് പുള്ളിക്കാരി. ഈ സീരീസിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിക്ക് ഇതിൽ തീരെ പവർ ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഇതിൽ ഹാക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം, ഫൈറ്റ് ചെയ്യാനും വെടിവെക്കാനൊക്കെ അറിയാം. ഒബ്വിയസ്ലി ഷീസ് എ സ്പൈ. പക്ഷേ പുള്ളിക്കാരിക്ക് ഭയങ്കര ഓവർ പവർഡ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല. പുള്ളിക്കാരിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. കുറേ ആൾക്കാരെ ഇടിച്ചിടാനൊന്നും പുള്ളിക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഇതൊരു ഫീമെയിൽ സെൻട്രിക് സീരീസാണ്. പക്ഷേ ഫീമെയിൽ സെൻട്രിക് ആണെങ്കിൽ ഇപ്പോൾ ആറ്റോമിക് ബ്ലോണ്ട് പോലത്തുള്ള സീരീസ് ആണെങ്കിൽ അതിൽ വുമണിന് ഭയങ്കര പവർ കൊടുത്തിട്ടുണ്ട്. ഓവർ പവർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ സീരീസിൽ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രോബ്ലംസ് പുള്ളിക്കാരിക്കുണ്ട്. അപ്പോൾ ഈ സീരീസിൻ്റെ മെയിൻ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, ഇസ്രേലിയൻ ഹാക്കർ ഏജൻ്റ് ആയിട്ടുള്ള നമ്മുടെ നായിക ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ട് ടെഹ്റാനിൽ വരികയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്തിട്ട് സേഫായിട്ട് പുള്ളിയുടെ രാജ്യത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ സീരീസിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസിൽ പിന്നെയും ചില പോസിറ്റീവ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ സീരീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇറാനിലെ പൊളിറ്റിക്സാണ്. ഇറാനിലെ ഇപ്പോൾ ഹിജാബിൻ്റെ, ഇപ്പം നമുക്ക് പത്രമാധ്യമങ്ങളൊക്കെ കേട്ടറിയാം ഹിജാബിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് സബ് പ്ലോട്ട്സ് ആണ്. ഇതിൽ മെയിൻ പ്ലോട്ടിൽ നിന്ന് ഇത് തീരെ ഡിവിയേറ്റ് ആവുന്നില്ല. സബ് പ്ലോട്ടായിട്ട് ഇങ്ങനത്തെ ഇറാനിലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. സീരീസിൽ വേറൊരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേശസ്നേഹം വാരി വിതറുന്നൊരു സീരീസ് ഒന്നുമല്ല ഇത്. അതായത് നമ്മുടെ നായികയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരെ ഈ മൊസാദ് പുള്ളിക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ഒരു നന്മ പ്രവൃത്തി അങ്ങനെയൊന്നും ഈ സീരീസ് പറഞ്ഞു വെക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നും പല കാര്യങ്ങളും. പുള്ളിക്കാരിയുടേതായ ശരികളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാപ്പോഴും പുള്ളിക്കാരിക്ക് നടത്താൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം, പുള്ളിക്കാരി ഓവർ പവർഡ് അല്ല. ഇപ്പോൾ നമ്മുടെ മിഷൻ ഇമ്പോസിബിൾ ഈതൻ ഹണ്ട് അല്ലെങ്കിൽ ജെയ്സൺ ബോണിനൊക്കെ അവർക്ക് റോഗിലങ്ങ് പോവാം, അവർക്ക് അവരുടേതായ രീതിയിലങ്ങ് പോവാം, ഏജൻസിനൊക്കെ ഉപേക്ഷിച്ചിട്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു പരിധി വരെ പോകാൻ പറ്റത്തില്ല. കാരണം ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ലാതെ പുള്ളിക്കാരിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അവർ പറയുന്നത് ഒരു പരിധിയിൽ വരെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സീരീസ് ഇതുവരെ 2 സീസണാണ് ഇറക്കിയത്. ഓരോ സീസണിലും 8 എപ്പിസോഡ് വെച്ചിട്ടാണുള്ളത്. ഭയങ്കര ത്രില്ലിംഗ് സീരീസാണ്. നിങ്ങൾക്ക് ശരിക്കും ഈ ഫാമിലി മാൻ, ജാക്ക് റയനൊക്കെ പോലെ ഭയങ്കര ത്രില്ലിംഗ് സീരീസാണ്. ഇങ്ങനത്തെ കുറേ സ്പൈ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമകൾ കണ്ടിട്ടുണ്ടാവും. സെയിം പ്ലോട്ട് തന്നെയാണ്, ഭയങ്കര വ്യത്യസ്ത പ്ലോട്ടൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ പിന്നെയും കാണാൻ ഒരു രസമാണ്. ഓക്കെ, ഈ സീരീസ് ആണെങ്കിലും ഒന്നാമത് ഇത് ഫീമെയിൽ സെൻട്രിക് ആണ്. അത് റയർലി ഹാപ്പനിങ് സിനാരിയാണ്. അപ്പോൾ അത് പിന്നെ അല്ലാതെ തന്നെ നല്ല സ്റ്റോറിയാണ്. സോ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ. ആപ്പിൾ TV പ്ലസിൻ്റെ കിടുക്കാച്ചി ഷോസിൽ ഒരു ജെമ്മാണ് ഇത് ശരിക്കും. അപ്പോൾ ആപ്പിൾ TV പ്ലസ് ഇത് സീസൺ 3 റിന്യൂ ചെയ്തിരുന്നു ഈ കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അടുത്ത കൊല്ലം 2024 നമുക്ക് ഇതിൻ്റെ സീസൺ 3 പ്രതീക്ഷിക്കാം. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ ഇത് പെട്ടെന്ന് കണ്ടു തീർത്തോ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇൻട്രോ എന്ന് പറയുന്നത് ഭയങ്കര അഡിക്റ്റീവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇൻട്രോ. ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. നല്ല ഇൻട്രോ ആണ്, കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും, തീർച്ചയായും. ത്രില്ലർ സീരീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു.